ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 29 വിവിധ ഭാഷകളിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ വിവിധ സിനിമകളുടെ ഉൾപ്പെടെ 5 സിനിമകളുടെ അഭിപ്രായങ്ങളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ഇന്നേ ദിവസം ഇന്ത്യയിൽ റിലീസ് ചെയ്ത സിനിമകൾ ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന ഗോഡ്സില്ല വേഴ്സസ് കോങ് ദി ന്യൂ എംപയർ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലായിടത്തു നിന്നും ഒരുപോലെ തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ, മികച്ച എന്റർടൈനർ തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് ആദ്യ ദിവസം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ മികച്ച റിലീസോടെ എത്തപ്പെട്ട സിനിമ 3D 4D X IMAX ഉൾപ്പെടെയുള്ള ഫോർമാറ്റുകളിലെല്ലാം തന്നെ ലഭ്യമാണ്. അപ്പോൾ മോൺസ്റ്റർ വേഴ്സിലെ പുതിയൊരു ലെവലെല്ലാം തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന തിയേറ്ററുകളിലെ മികച്ച എക്സ്പീരിയൻസ് സമ്മാനിച്ച സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. രണ്ടാമത്തേത് ഇന്ന് തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ഹോട്ട്സ്പോട്ട് എന്ന സിനിമയുടെ റിപ്പോർട്ടാണ്. ചിത്രം ഒരു 4 എപ്പിസോഡുകൾ അടങ്ങിയ ആന്തോളജി സീരീസ് ആയിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യത്തെയും 4ാമത്തെയും എപ്പിസോഡിന് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ടും ഒപ്പം തന്നെ മികച്ചൊരു മെസ്സേജ് സമൂഹത്തിന് നൽകുന്ന ഒരു ആന്തോളജി സീരീസ് എന്നാണ് ഹോട്ട്സ്പോട്ടിനെ കുറിച്ച് വരുന്ന റിപ്പോർട്ട്. ചിത്രത്തിന് ആവറേജ് ഡീസന്റ് അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ സിനിമ ക്രൂ ആണ്. ഇന്ന് ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ കൃതി സനോൺ, തബു ഒപ്പം തന്നെ കരീന കപൂർ എന്നിവർ അഭിനയിച്ച സിനിമ കൂടിയാണ് ഡാർക്ക് കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന ക്രൂ. ഈ ബോളിവുഡ് ഹിന്ദി സിനിമയ്ക്കും ഇപ്പോഴത്തെ ആദ്യ ദിവസം മികച്ച അഭിപ്രായങ്ങൾ, പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെയും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണ് എ വതൻ മേരെ വതൻ. ആമസോൺ പ്രൈമിലൂടെ ഡയറക്ട് OTT റിലീസ് ചെയ്ത സാറ അലി ഖാൻ നായികാവേഷത്തിലെത്തിയ സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ വന്നു കഴിഞ്ഞതാണ്. ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ബയോപിക് സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ കൂടുതലായിട്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആമസോൺ പ്രൈമിലൂടെ ഹിന്ദിക്ക് പുറമെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കൂടി എ വതൻ മേരെ വതൻ ലഭ്യമാണെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. വീഡിയോയിലെ അവസാനത്തെ സിനിമ ടില്ലു സ്ക്വയർ എന്ന തെലുഗു സിനിമയാണ്. ഇന്ന് ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും പുതിയ വമ്പൻ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴത്തെ സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. സിദ്ധു ഒപ്പം തന്നെ അനുപമ പരമേശ്വരൻ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ കൂടിയാണ് ടില്ലു സ്ക്വയർ. ചിത്രം ഒരു റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. 2022 റിലീസ് ചെയ്ത DJ ടില്ലു എന്ന സിനിമയുടെ സീക്വൽ ആയിട്ടാണ് ടില്ലു സ്ക്വയർ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യ പകുതിയേക്കാൾ മികച്ച അഭിപ്രായങ്ങൾ രണ്ടാം പകുതി നേടിയെടുത്ത് ആകെ മൊത്തത്തിൽ പോസിറ്റീവ് ലഭ്യമായ സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളും വരികയാണെങ്കിൽ അതറിയാനായിട്ട് പ്രേക്ഷകർ അടുത്ത ദിവസങ്ങളിൽ കാത്തിരിക്കൂ.